വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്നൊരു റാബിറ്റിനെ ഗ്രില്ല് ചെയ്തതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസിക്കയുടെ റെസിപ്പിയാണ് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ കാര്യമായിട്ട് പറയുന്നത്, നമ്മൾ മുയലിറച്ചി ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ കുക്ക് ചെയ്യണം, അത് ഗ്രില്ല് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മുയലിറച്ചി കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മുയലിറച്ചി കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കിയിരുന്നു. അന്നിപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊന്നും കിട്ടാനില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു അരമണിക്കൂർ ദൂരം യാത്രയുണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ മുയലിറച്ചി വാങ്ങിയത്. അപ്പോൾ അതൊരു ഫാമാണ്. അപ്പോൾ അവിടെ ഹലാലായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് റാബിറ്റിനെ വാങ്ങിയ ശേഷം അതൊരു കോഴിക്കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ 4:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞങ്ങൾ റാബിറ്റ് ഫാമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് റാബിറ്റിനെ സെയിൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഫാം കുറച്ച് അപ്പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇൻഡോറിൽ വളർത്തുന്ന റാബിറ്റിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമായിരുന്നു. പെറ്റായിട്ടൊക്കെ വീടിനുള്ളിൽ വളർത്തുന്ന റാബിറ്റുകളാണ് ഇതെന്നാണ് പറഞ്ഞത്. ഇതിന് അങ്കോറന്നോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ അവർ പറയുന്നുണ്ട്. പെറ്റായിട്ട് വളർത്തുന്ന റാബിറ്റുകളൊക്കെ ഒന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. അവരിലുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അവർ ഇറച്ചിക്ക് വേണ്ടി കൊടുക്കൂല. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് 2500 അവർ പറയുന്നത് ഒരു റാബിറ്റിന്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു റാബിറ്റിനെയാണ്. ഇതൊരു 3 കിലോ ഉണ്ട്. 1 കിലോന് 300 രൂപ വെച്ചിട്ടാണ് ഈ റാബിറ്റിൻ്റെ ഇറച്ചിയുടെ വില പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് 1.5 കിലോനാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ റാബിറ്റിനെയും വാങ്ങിയിട്ട് നേരെ കോഴിക്കടയിലേക്കാണ് പോയത്. അവിടുന്ന് അവർ കട്ട് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് തന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട് സമയം. അപ്പം ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന്
മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് പുതിനയും മല്ലിച്ചപ്പും ഇട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി കുറച്ച് തൈരും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി അത് ഈ ഗ്രില്ല് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ള ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ഒക്കെ നല്ല അടിപൊളി മസാല ആണ്. അപ്പോൾ മസാല ഒക്കെ തേച്ച് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നാലേ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കനലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് റാബിറ്റ് മൂത്ത റാബിറ്റ് ആയിട്ടായിരിക്കാം. കുറച്ചധികം തന്നെ വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ച് കുറേ ടൈമായിട്ടും ഇതങ്ങോട്ട് കുക്കായി കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളൊരു 75% കുക്കായതിന് ശേഷം പിന്നെ ഞങ്ങളെടുത്ത് അത് ഫ്രൈ ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പം നമ്മൾ റാബിറ്റ് വാങ്ങുകയാണെങ്കിൽ ഒന്നെങ്കിൽ കുക്കറിലിട്ട് 1-2 വിസിലടിപ്പിച്ചതിന് ശേഷം ഗ്രില്ല് ചെയ്യണം. അല്ലാതെ ഗ്രില്ല് ചെയ്താൽ അത്യാവശ്യം നല്ല വേവ് ഉണ്ട് ഈ ഒരു റാബിറ്റിന്. അപ്പോൾ ഒട്ടുമിക്ക റാബിറ്റിനും അത്യാവശ്യം കുക്കിംഗ് ടൈം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ഹാഫ് കുക്കായതിന് ശേഷം കുറച്ച് ബട്ടറും അതിൽ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ഈ ഒരു മുയലിറച്ചിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ടൈം എടുത്ത് കുക്ക് ചെയ്ത് നോക്കി, എന്നിട്ടും ഇതങ്ങോട്ട് കുക്കായി കിട്ടുന്നില്ല. അപ്പോൾ മുയലിറച്ചിക്ക് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത് കുക്കായി കിട്ടാത്തത്. ഇപ്പം ഗ്രില്ല് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുക്കറിൽ അടിച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. അല്ലാതെ നമ്മൾ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെത് കുക്കാവാത്തത് കൊണ്ട് തന്നെ ഒരു റബ്ബർ പോലാണുള്ളത്. നമുക്കങ്ങോട്ട് പെട്ടെന്നൊന്നും കഴിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം ഗ്രില്ല് ചെയ്ത് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ടങ്ങ് കുക്കായി കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾ ബാക്കി എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിരുന്നു വേറൊരു ദിവസം. അന്നപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുക്കറിൽ ഒരു 4-5 തവണ വിസിലടിച്ചതിന് ശേഷമാണ് അത് കുക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പും അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ കുക്കായി എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റത്തെ തന്നെ എടുത്തത്. പിന്നെ കഴിച്ച് നോക്കുമ്പോൾ ആണ് അത് നന്നായിട്ട് കുക്കായിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നുകൂടി ഫ്രൈ ചെയ്തിട്ടാണ് അത് കഴിച്ചത്. അന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടൊക്കെ പോയിട്ട് വാങ്ങി കഴിച്ചതായിരുന്നു. അന്നപ്പം വിചാരിച്ച അത്ര അങ്ങോട്ട് ടേസ്റ്റായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റാബിറ്റ് ഗ്രില്ല് ചെയ്തപ്പോൾ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന പോലെ ആണെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അതേപോലെ ഒന്നല്ല, ഇതിന് പെട്ടെന്നൊന്നും കുക്കായി കിട്ടുന്നുമില്ല. ഒരുപാട് ടൈം വെക്കുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് കരിഞ്ഞും പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റാബിറ്റ് ഗ്രില്ല് ചെയ്തതിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും ഗ്രില്ല് ചെയ്യുന്നവർക്കൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് കുക്കായി കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഫ്രൈ ചെയ്തിട്ടും കുറച്ചും കൂടി ഒന്ന് കുക്കായി എന്നല്ലാതെ അധികം ഒന്നും കുക്കായി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മുയലിറച്ചി ഗ്രില്ല് ചെയ്തത് ഒരു ഫ്ലോപ്പായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതാണൊരു വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കും ഇതേപോലെ ഫ്ലോപ്പായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.